ഇത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാനാണ്. നിങ്ങളോട് പറയുന്നതല്ല അവർ ചെയ്യുന്നത്. നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കേണ്ട സംഭവം അത് മഹാന്മാരായ മശായിഖന്മാരോടുള്ള ബന്ധമായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു വച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല, അത് ശരീഅത്ത് വിരുദ്ധമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ സമസ്തയുടെ മുശാവറാംഗങ്ങൾ, നിങ്ങൾ തന്നെ പേര് കേട്ടാൽ ആദരവോടെ എഴുന്നേറ്റ് നിൽക്കുന്ന നേതാക്കൾ ഞങ്ങളുടെ വന്യരായ മശായിഖന്മാരുടെ ഉന്നതമായ ഹദറത്തുകളിൽ പോയിരിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ആദ്യം കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ചെറിയ പി ഉസ്താദ്, അല്ലാഹു അവർക്ക് മഹത്വവും ദറജയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ചെറിയ പി ഉസ്താദ് കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ സമീപത്ത് ചെന്നിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആ വീഡിയോ വേണ്ടട്ടോ മോനെ, വീഡിയോക്ക് സമയം ആകുന്നേ ഉള്ളൂ. വീഡിയോ ഉണ്ട് ഓരോന്നോരോ സമയത്ത് എല്ലാം കൂടി ഇന്ന് തന്നെ കൊടുത്ത പോലെ കഥ കഴിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ചെറിയ ഡോസ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ചെറിയ പി ഉസ്താദ് ഇരിക്കുന്ന ആ വീഡിയോ വന്നോട്ടെ. ബിസ്മില്ലാ, കണ്ടോളൂ. ഫസ്റ്റായി നിങ്ങൾക്ക് കാണിക്കാനുള്ളത് നിങ്ങൾ പരിഹസിക്കുന്ന കളിയാക്കുന്ന ഉന്നതമായ ഹദറത്തുകളിൽ വന്യരായ ചെറിയ പി ഉസ്താദ് അതപോടെ വിനയത്തോടെ ഇരിക്കുന്ന ഫോട്ടോയാണിത്. മണിക്കൂറുകളോളം ഈ ഇരുത്തമിരുന്ന് കണ്ടങ്ങൾ. ആ ഇരുത്തം, ചെറിയ പി ഉസ്താദിന്റെ ഇരുത്തും അവരെ ഇരുത്തം ഒന്ന് നോക്കി. രാജാവ് എപ്പോഴും രാജാവെന്നല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ആ ഇരുത്തത്തിൽ പറയേണ്ടത് പറഞ്ഞ്, ഉപദേശിക്കേണ്ടത് ഉപദേശിച്ച്, ഏത് രൂപത്തിലാണോ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയ പി ഉസ്താദ് അത് വൃത്തിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഉസ്താദിന്റെ വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ചെറിയ പി ഉസ്താദ് ആ ഹദറത്തിൽ വരികയും എന്താണോ അവർ നിർദ്ദേശിച്ചത് അങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. മാത്രമല്ല ചെറിയ പി ഉസ്താദിന്റെ ദർസിലുണ്ടായിരുന്നു നമ്മുടെ വന്യരായ ശൈഖുന. ആ ശൈഖുനയെ ഇതേ സംസാരത്തിൽ ഇതേ ദിവസം ചെറിയ പി ഉസ്താദ് കാണുകയും കെട്ടിപ്പിടിക്കുകയും ശൈഖുനയുടെ കൈമുത്തുകയും ശൈഖുന അങ്ങോട്ട് മുത്തുകയും പരസ്പരം പൊരുത്തപ്പെടിച്ച് വളരെ വികാരം, വളരെയേറെ നമ്മൾ തന്നെ എന്തോ ആവുന്ന രംഗങ്ങളാണ്. ആ രംഗങ്ങൾ കാണുമ്പോൾ സഹോദരന്മാരെ അതൊക്കെ നമുക്ക് കാണാം, എല്ലാം റെക്കോർഡാണ്. എന്നിട്ട് ചെറിയ പി ഉസ്താദിന്റെ മൗത്തിനെ കുറിച്ചും നിങ്ങൾ എങ്ങനെ നീങ്ങണമെന്നും എല്ലാം പറഞ്ഞു കൊടുത്തു. അവർക്ക് എവിടെയും പഴക്കാതെ ആ ആദർശം കൃത്യമായി തന്നെ അവര് നിറവേറ്റി. അങ്ങനെ തന്നെ അവരെ പൊരുത്തത്തിൽ മരിക്കാൻ കഴിഞ്ഞു എന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം വന്യരായ ചെറിയ പി ഉസ്താദിന് കിട്ടുകയാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. ഉലമാഇന്റെ ആ മഹത്തായ പാരമ്പര്യത്തിൽ അവർക്ക് ജീവിച്ച് വഫാത്താകാൻ കഴിഞ്ഞു എന്നത് അവർക്ക് അല്ലാഹു കൊടുത്ത വലിയ തൗഫീഖ. ഇനി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെടുക്ക് ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്കും. ഇതാരായിരിക്കുന്നത്? എവിടെയായിരിക്കുന്നത്? ആരായിരിക്കുന്നത്? സാക്ഷാൽ നിങ്ങളുടെ മുശാവറയുടെ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് നിങ്ങൾ പറയുന്ന ആൾ. അതെ, നിങ്ങൾ പല പേരുകളിലും വിളിക്കുന്ന സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് കാലഘട്ടത്തിലെ മശായിഖന്മാരെ മുന്നിലിരിക്കുന്നത്. ഞാനിവിടെ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ഫോട്ടോ കണ്ടുകൊണ്ട് എനിക്കൊന്ന് രണ്ട് കാര്യം പറയാനുമുണ്ട്. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് വന്ദനായ TMC ഉസ്താദിനെയാണ്.
TMC ഉസ്താദ് എന്ന അന്നത്തെ വലിയ പണ്ഡിതൻ, വലിയ പ്രഭാഷകൻ, ആ മഹാനായ പണ്ഡിതനെ ഈ ഹലറത്തുമായി മടവൂർ ശൈഖുനയുടെ നിർദ്ദേശത്തിൽ ബന്ധപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഏതെല്ലാം രൂപത്തിൽ അവർ ആക്രമിച്ചു, ഏതെല്ലാം ഉപദ്രവങ്ങൾ നടത്തി, ഏതെല്ലാം രൂപത്തിൽ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി. പക്ഷേ ഒന്നും ഭയപ്പെടാതെ ആ തിരുഹലറത്തിൽ പിടിച്ചു നിന്നപ്പോൾ കാമിലായ ഈമാനിൽ മിഅ്റാജിന്റെ രാവിൽ അവർക്ക് വഫാത്താകാനായി. വഫാത്തായപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വന്ന് പത്രക്കാരോട് പറഞ്ഞു, TMC ഉസ്താദ് യഥാർത്ഥ മിഅ്റാജിന് പോയതാണ്. നിങ്ങൾ വിചാരിച്ചുവല്ലേ ഞങ്ങളെ കയ്യിലൊന്നുമില്ല എന്ന്? ഇതതിന്റെ ഫസ്റ്റ് ഡോസാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഏതെല്ലാം സ്ഥലങ്ങളിൽ, ഏതെല്ലാം ദിവസങ്ങളിൽ, ഏതെല്ലാം രാത്രികളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളെ മശായിഖന്മാരുടെ ഹദറത്തിൽ വന്നിരുന്നിട്ടുണ്ട്. നിങ്ങളല്ലേ പരിഹസിച്ചത്, നിങ്ങളല്ലേ കുറ്റം പറഞ്ഞത്, നിങ്ങളല്ലേ എപ്പിസോഡുകൾ ഇറക്കിയത്. ഞങ്ങൾ അന്ന് പറഞ്ഞു കരുതിയിട്ട് പോയാൽ മതി, നടക്കുകയില്ല എന്ന്.